ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1904 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറാണ്. സാറ് ഒത്തിരി സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ നമുക്ക് രസാവഹമായി ഇതുവരെ എടുത്തിട്ടുണ്ട്. സാറ് USA-യിൽ ബിഹേവിയറൽ സയന്റിസ്റ്റായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ് ഇന്ന് എടുക്കുന്ന വിഷയം കുറച്ച് രസാവഹമായാണ് എനിക്ക് തോന്നിയത്. പാണ്ഡുറായുടെ പെട്ടി തുറക്കരുത്. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്തോ ഒരു സസ്പെൻസ് അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സാറിന്റെ ക്ലാസ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി. നന്ദി. വളരെ സ്നേഹപൂർവവും ആദരപൂർവവും സാറിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം സാർ. കോ ഹോസ്റ്റ് ആകാം സാർ. കേട്ടില്ല. ഞാനേ കോ ഹോസ്റ്റ് ആണ്, ഹോസ്റ്റ് അല്ല. അപ്പം എന്നെ ആരെങ്കിലും ഹോസ്റ്റ് ആക്കണമല്ലോ, എനിക്ക് സ്ലൈഡ് ഒക്കെ ഷെയർ ചെയ്യണം. അജിനി ഡോക്ടർ ഓക്കെ. ഇപ്പോൾ ഞാൻ സാറിനെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമസ്കാരം. എന്റെ സ്ലൈഡ് കാണാമെന്ന് വിചാരിക്കുന്നു. കാണാം. ഓക്കെ, റൈറ്റ്, ഗുഡ്. Don't open Pandora's box. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താണ് ഈ പാൻഡോറാസ് ബോക്സ് എന്നുള്ളത്? ആദ്യം ദി പാൻഡോറ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ഒരു ഗ്രീക്ക് വേർഡാണ്. ഓൾ ഗിഫ്റ്റഡ്, എല്ലാ തരത്തിലുള്ള പല ഗിഫ്റ്റും കിട്ടിയ ഒരാളാണ് പാൻഡോറ. ഉണ്ടോ? അപ്പൊ ഇതാണ് പാൻഡോറ എന്നുള്ള ഗ്രീക്ക് ആ വുമൺ. ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റ്സ്, ഗ്രീക്ക് ഗോഡ്സ് എന്ന് ഒരുപാട് ഗോഡ്സ് ഉണ്ട് ഗ്രീക്കില്. നമ്മുടെ ഹിന്ദു ദൈവങ്ങളെ പോലെ 100 കണക്കിന് ഗോഡ്സ് ഉണ്ട്. അവർ ഗിഫ്റ്റ് ഒരുപാട് കൊടുത്തു. അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റാണ് ഈ ബോക്സ് കൊടുത്തിട്ട് അതിൽ സ്യൂസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് ഗോഡ് കാലൻഡ്രയ്ക്ക് 2 ഇത് കൊടുത്തു, 2 ഗിഫ്റ്റ് കൊടുത്തു. ഒന്ന് ക്യൂരിയോസിറ്റി, അതായത് എല്ലാം അറിയാനായിട്ടുള്ള ആ ഒരു ജിജ്ഞാസ. 2 ഒരു വാർണിംഗ്. ഈ ടോൾഡ് ഹെർ, ഇത് യാതൊരു കാരണവശാലും തുറക്കരുത്. ഈ ക്യൂരിയോസിറ്റിയും കൊടുത്തിട്ട് തുറക്കരുതെന്ന് പറഞ്ഞാൽ നടക്കുമോ ശൈലാജി? പണ്ട് ബൈബിളില് ആഡം ആൻഡ് ഈവിന് ആ തോട്ടത്തില് എല്ലാം കൊടുത്തിട്ട് പറഞ്ഞ അവിടെയുള്ള ആ ആപ്പിൾ ഉണ്ടല്ലോ, അത് കഴിക്കരുത് കേട്ടോ. ആ മരത്തിലെ ആപ്പിൾ ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തു. അപ്പോൾ പിന്നെ ആദ്യം എന്ത് ചെയ്യും? ആപ്പിൾ തന്നെ കഴിക്കും. അതാണ് പഴയ വിലക്കപ്പെട്ട കനി. ദി മൊമെന്റ് യു മേക്ക് സംബഡി സേ ഡോണ്ട് ഡു ഇറ്റ്, അത് തന്നെ ചെയ്യും. നമ്മളെ പിള്ളേരത്തെ തന്നെ അത് എടുക്കരുത്, വെക്കരുത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു നോക്കിയേ, അവരത് തന്നെ ചെയ്യും. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണെന്ന് വെച്ചാൽ വൈകിട്ടെ ചാറ്റ് ബോക്സിൽ നമുക്കൊരു ഇന്ററാക്റ്റീവ് ആക്കണം. അതല്ല വെറുതെ ഞാൻ ഇങ്ങനെ മോണോലോഗായിട്ട് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടുന്ന കാര്യമില്ല. ഞാൻ പറയുന്നത് ശരിയാണോ? ഒന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യും പിള്ളേർ. ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ എവിടെ കൈ വിരലെല്ലാം തളർന്നു പോയോ ഈ ഇരിക്കുന്നവർക്ക്? അതിന് ഹോമിയോയിൽ എന്ത് മരുന്നുണ്ട് ശൈലാജി? ഒരു മരുന്ന് കൊടുക്ക് ആദ്യം. ഒരു മരുന്ന് കൊടുക്ക്. വരട്ടെ. ഒന്നും കാണുന്നില്ല മെസ്സേജില്. വരുന്നു. ഓക്കെ, ശോഭരാജി, ഗുഡ് ഗുഡ് ഗുഡ്. ലാലുജി, ഗുഡ്. ലാലു എന്ന പേര് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനെ ഓർമ്മ വരുന്നത് ലാലു പ്രസാദ് യാദവ് ആണ് കേട്ടോ. അതുകൊണ്ട് ആ പേര് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്റെ ഓർമ്മ വരും. അതുപോലെ ലാലു എന്ന പേര് കേൾക്കുമ്പോൾ ലാലു പ്രസാദിന്റെ യാദവിന്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. എനിവേ, അപ്പോൾ ആ വരൻ ഇത് കൊടുത്തോണ്ടായി ഷീ ബിക്കെയിം വെരി ക്യൂരിയസ്. വാണിംഗ് ഉണ്ടായിരുന്നു, അത് തുറക്കരുത്. അത് പെട്ടി തുറന്നു. ഉള്ള അതിൽ നിന്നുള്ള ഒരുപാട് ഈവിൾ സ്പിരിറ്റ്സ് എല്ലാം പുറത്തു ചാടി. പലതരത്തിലുള്ള അസുഖങ്ങൾ,
പലതരത്തിലുള്ള സഫറിങ്സ്, അകത്ത് മരണം എല്ലാം. ആ പെട്ടിക്കകത്ത് ഒരെണ്ണം മാത്രം അതിനകത്ത് കിടന്നു, ഹോപ്പ്. അത് മാത്രം അകത്ത് കിടക്കുകയാണ് കേട്ടോ. ഹോപ്പ് അകത്ത് കിടപ്പുണ്ട്, ബാക്കിയെല്ലാം പുറത്തു വന്നു. ഇതാണ് ആ പാൻഡോറാസ് ബോക്സിന്റെ പിന്നിലുള്ള ഗ്രീക്ക് മിത്തോളജി. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് ചെയ്യട്ടെ. എന്നിട്ട് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് ഇത് മനസ്സിലാക്കിയിട്ടേ ഞാൻ ബാക്കിയുള്ള പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ. ഇത് ക്ലിയർ ആയോ? യെസ്, താങ്ക് യു ശൈലാജി. സോ ഓക്കെ, താങ്ക് യു ജയചന്ദ്രജി. ഓക്കെ ലാലുജി, താങ്ക് യു. മൈ മിഷൻ, ഞാൻ ഒരു ടോക്ക് കൊടുക്കുമ്പോൾ ആദ്യം ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ എന്റർടൈൻ ചെയ്യാറ്. വടി പോലെ ഇരുന്ന് എല്ലാം പറഞ്ഞു ഞാൻ ബോറടിക്കും. അതുകൊണ്ട് എന്റർടൈൻ ചെയ്യാം. 2, എഡ്യൂക്കേഷൻ, അതിൽ കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ആ നോളജ് ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അതിൽ കൂടെ എൻലൈറ്റൻഡ് ആകുക. അതിൽ കൂടെയാണ് എൻലൈറ്റൻ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ആകുക. ഈ കേൾക്കുന്നവരെല്ലാവരും ബുദ്ധന്മാരാക്കണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം എംപവർ. നോളജ് കിട്ടി, നിങ്ങൾ എൻലൈറ്റൻഡ് ആയിക്കഴിഞ്ഞാൽ യു ആർ എംപവേർഡ്. എപ്പോഴും ഞാൻ മൈ ടോക്സ് ആർ ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ഓതന്റിക്. വ്യാജമായിട്ടുള്ള ഒന്നും ഞാൻ പറയാറില്ല. വെരിഫൈ ചെയ്യണം, ട്രൂത്ത് ഞാൻ പറയും. മിക്കപ്പോഴും അപ്രിയ സത്യങ്ങൾ ഞാൻ പറയും. അതുകൊണ്ട് കുറെ പേർക്ക് എന്നെ കണ്ടാൽ അപ്പോഴും തന്നെ എന്നെ അടിച്ച് കൊല്ലണം തോന്നും. കാര്യം എന്താ പറയുക, ഞാൻ പറയുന്ന അപ്രിയ സത്യങ്ങൾ. ആരെങ്കിലും പറയണ്ടേ? പഴയ ഒരു കഥയുണ്ട്, രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു. ബാക്കി ആരും പറയുന്നില്ല. രാജാവ് നഗ്നനാണ്, എല്ലാവർക്കും അറിയാം, ആരും പറയുന്നില്ല. ആ കുട്ടിയാണ് ഞാൻ. So that is what I am. So I'll be sharing many facts, stories, real life stories. അല്ലാതെ ഫിക്ഷണൽ ഒന്നല്ല, കെട്ട് എന്ന് പറയും, ചമച്ച കഥകളൊന്നുമല്ല. ദെൻ കൊട്ടേഷൻസ്. ഈ പാൻഡോറാസ് ബോക്സ് ഇപ്പോൾ അതൊരു ഇഡിയമായിട്ട് മാറി. ഈ ഇഡിയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പല ഇഡിയമുണ്ട്. മലയാളത്തിൽ തന്നെയുള്ള ഇഡിയത്തിലും ഇതാണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, അല്ലെങ്കിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇതൊക്കെയാണ് ഒരു ഇഡിയം. അതുപോലെ പാൻഡോറാസ് ബോക്സും ഒരു ഇഡിയമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആൻ ആക്ഷൻ ഓർ ഡിസിഷൻ that once initiated, ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ leads to a cascade of unforeseen and often negative consequences. വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നാപ്പിച്ച തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത്, അഴിച്ചുവിടുന്നത്. Those consequences are often, എല്ലായ്പ്പോഴല്ല, ഓഫ്റ്റൻ ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു കൺട്രോൾ. ഒരിക്കൽ തുടങ്ങി ഈ പുറത്തു വരുന്ന ഈ നെഗറ്റീവ് ഇതെല്ലാം പിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒരു ചെയ്യട്ടെ. ഇതിന്റെ ബേസിലാണ് പിന്നെ പോകുന്നത്. ചില ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് എന്നിട്ട് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. ഓക്കെ ശൈലജായി, ഓക്കെ ജയന്തി, ഈ 2-3 പേർക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ചലനശേഷി നഷ്ടപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കും തോന്നുന്നു. അവിടെ ഒരു മാഷൂദ് ഇരിപ്പുണ്ട്. അവർ ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയൂടാ. ചന്ദ്രമോഹൻ, പ്രശോഭൻ, ഒന്ന് ദയവ് ചെയ്ത് ഇസ്മായിൽ സേട്ട് ഒരു ഇതിൽ ഓക്കെ ധനേഷി, ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ എനിക്കും ഒരു പ്രചോദനം കിട്ടണ്ടേ? ഈ ഒന്ന് സംസാരിക്കുന്ന എനിക്കും ഒരു എന്തൂസിയാസവും എനർജിയും കിട്ടണ്ടേ ഇസ്മായിൽ സാബേ? ഒന്ന് തരണം എനിക്ക്. മാഷുജി ഗുഡ്, ഓക്കെ. അങ്ങനെ തന്നെ എല്ലാം ചോദിച്ച് വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. എന്താ, എല്ലാം ചോദിച്ച് പിടിച്ചു പറിച്ച് വാങ്ങിച്ചാലേ രക്ഷയുള്ളൂ. സ്വയമേ തരുന്നില്ല. ഒരുപാട് ബുക്കുകളുണ്ട്. 2-3 ടൈറ്റിൽ കാണിക്കാണ്. പാൻഡോറാസ് ബോക്സ്, അഗൈൻ പാൻഡോറാസ് ബോക്സ്, ഡു നോട്ട് ഓപ്പൺ, അതും പാൻഡോറാസ് ബോക്സിന്. ഇനി ഞാൻ പറയാൻ പോകുന്നത്
റിയൽ ലൈഫിലുള്ള ഒരു 10 ഇൻസിഡൻസ് ആണ്. നൂറുകണക്കിനുണ്ട്. നമുക്ക് അവിടെ സമയപരിമിതി കാരണം ഒരു 10 എണ്ണം പറയുന്നു. ആദ്യത്തേതാണ് COVID-19. COVID-19 വന്നു. പിന്നെ അതിനുശേഷം ചെയ്യുന്ന കോപ്രായങ്ങളാണ് അതുണ്ടാക്കുന്ന കോൺസിക്വൻസസ്. പിടികിട്ടിയോ? പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളും ആക്ഷൻസും അത് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാണ് COVID-19. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്ലൈഡ് കാണിക്കും പറയാം. രണ്ടാമത്തത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ തെരുവുനായ ശല്യം. ഈ ഇരിക്കുന്നവർ നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നുണ്ടോ ഏട്ടെ. ഈ സ്ട്രേ ഡോഗ് ശല്യം റിയൽ ആണോ അതോ സാങ്കല്പികമായിട്ടുള്ളതാണോ, ഇമാജിനറി ആണോ? റിയൽ. എഗ്രി. ഓക്കെ, താങ്ക് യു. തെരുവുനായ ശല്യം കാരണം ഒരു വർഷത്തിൽ എത്ര മരണങ്ങളാണെന്ന് അറിയാമോ? അതായത് റേബീസ് പിടിപെട്ടിട്ട് ഒരു വർഷം എത്ര മില്യൺസ് ഓഫ് ഡോഗ് ബൈറ്റ്സ് ആണെന്ന് അറിയാമോ? എളുപ്പം പിള്ളേര്. അല്ല, ഞാൻ കാണിക്കാം, അടുത്ത സ്ലൈഡ് വരുന്നുണ്ട്. ഇതിൽ പറയുമ്പോൾ ഫാക്ട് പറയണമല്ലോ. ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യത്തിനെ പ്രിവെന്റ് ചെയ്യാതെ ചില സ്റ്റുപ്പിഡ്, ഞാൻ ഉപയോഗിച്ച വാക്കെന്താണ്, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് അത് ഉണ്ടാക്കി വരുന്ന വിനകളാണ്. ഇത് നന്നായിട്ട് മനസ്സിലായെങ്കിൽ ഒരു യു ഇട്ടെ. ഈ പറഞ്ഞത് മനസ്സിലായോ? ചില ഈ ഇരിക്കുന്നവരെല്ലാം എന്റെ കൂടെ ഉണ്ടോന്ന് അറിയണം. ചില ഇവിടെ ഇരിക്കുന്നു എന്നിട്ട് അവർ വേറെ വല്ല വീട്ടിലെ കാര്യങ്ങളോ പിള്ളേരുടെ കാര്യമോ വേറെ വല്ല ആലോചിച്ചുകൊണ്ടിരുന്നാലേ. ഓക്കെ, യു അതും കൂടി ചെക്ക് ചെയ്യാനാണ് എത്ര പേര് കേൾക്കുന്നുണ്ടെന്നുള്ളത്, ശ്രദ്ധിച്ച് കേൾക്കുന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വർക്ക് ഫ്രം ഹോം. കോവിഡ് വന്നപ്പോഴെന്തായി? ആഫീസിൽ പോയി കഴിഞ്ഞാൽ 30-40 പേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കോവിഡ് അങ്ങ് പടർന്ന് പിടിക്കും. അതാണ് വീട്ടിൽ നിന്ന് ജോലി. ഹാപ്പി. എന്നാല് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് അല്ലെ കാറൊക്കെ ഓടിച്ചെല്ലാം ചെന്ന് അത്രയും സമയം വരെ വേസ്റ്റ് ചെയ്യേണ്ട. വീട്ടിൽ തന്നെ ഇരിക്കാം. ഉച്ചയ്ക്ക് വേറെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കേണ്ട വീട്ടിൽ തന്നെയുള്ള ഭക്ഷണവും കഴിക്കാം. ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കാം. ജോലിക്ക് പോകാത്ത ഭാര്യയാണെച്ചാൽ പിള്ളേരുടെ കാര്യം എല്ലാം നോക്കാം. ഹാപ്പി. കൊള്ളാം വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോഴാണ് അത് പാൻഡോറാസ് ബോക്സ് ആയി വരുന്നത്. എങ്ങനെയാണ്? ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രശ്നം ആർക്കെന്തറിയോ? ഈ വർക്ക് ഫ്രം ഹോംകാർക്കാണ്. മറ്റേത് ഓഫീസിൽ പോവും, ഒരു 8 മണിക്കൂർ അവിടെ വർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവും. ഞാൻ പറയുന്നത് അമേരിക്കയുടെ കാര്യമല്ല. ഇവിടെ ഫസ്റ്റ് ഹാൻഡ് എനിക്കറിയാം. ഇവിടെ കുറെ പേര് IT വർക്ക് ചെയ്യുന്നവര്, ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ കുറെ പേരുണ്ട് ഇന്ത്യയിൽ നിന്നുള്ളവർ. അവർ പറഞ്ഞത് ഇതിനു മുമ്പ്, കോവിഡ് വരുന്നതിന് മുമ്പ് അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് കുറെ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെന്നറിയാം, വർക്ക് ഒരു ഇതുമില്ല, ബ്ലർഡായി. വൈകുന്നേരം കഴിഞ്ഞാൽ 7 മണിയായാലും ഇമെയിൽ വരുന്നുണ്ട്, മറ്റേ വരുന്നുണ്ട്. ഒരു ദിവസം ഒരു 10-12 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഒരാഴ്ചയിൽ 5 ദിവസം മാത്രം. ഇപ്പൊ ശനിയും ഞായറും. ഫലത്തിൽ വർക്ക് ലൈഫ് ബാലൻസ് കുളമായി. എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ശമ്പളം കൂടിയിട്ടുണ്ടോ? ഇല്ല. സാലറി ഈസ് സെയിം, വർക്ക് ലോഡ് ഈസ് മോർ ആൻഡ് ദേ ആർ വെരി മച്ച് സ്ട്രെസ്ഡ്, ബേൺ ഔട്ട്. ഈ കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ യെസ് എന്നിട്ടെ. ഇതിൽ ഞാൻ പറയുന്നത് പുതിയ ഇൻഫർമേഷൻ ആണോ അല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ നോ ഇടണം. ഓക്കെ, വൈ? യെസ്, താങ്ക് യു ധനേഷ്. അപ്പൊ ഇത് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അൺഫോർസീൻ. നേരത്തെ പറഞ്ഞ പാൻഡോറാസ് ബോക്സ് ഒരെണ്ണം തുടങ്ങി വെക്കുമ്പോൾ അപ്പോഴും പ്രതീക്ഷിക്കാത്ത പിന്നെ വരുന്ന ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസസ്. അതിന്റെ ഇമ്പാക്ട് കാരണം എന്താണ്? മെന്റൽ ഹെൽത്ത്. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ആണ് ഡാമേജ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സമാധാനം പോയി, സ്ട്രെസ്സുമായി, അവരുടെ ഹാപ്പിനെസ്സും പോയി, എല്ലാം പോയി കിട്ടി. ഈ ഒരു എക്സാമ്പിൾ തന്നെ ക്ലിയർ ആയോ?
ക്ലിയർ ആക്കി ഒരു ചെയ്യട്ടെ. ഒറ്റ എക്സാമ്പിൾ, പാൻഡ്രോസ് ബോക്സിന്റെ ഒരൊറ്റ എക്സാമ്പിൾ. ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് താങ്ക് യു ശ്രീനിവാസ് ജി, പ്രശോഭൻ ജി. അപ്പോൾ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ചിലത് ചെയ്യും. പിന്നെ പിടിച്ചാൽ നിർത്തുന്നുണ്ടോ, പറ്റുന്നുണ്ടോ? ഇല്ല. ഇന്ന് നാരായണമൂർത്തി ഇൻഫോസിസിന്റെ അങ്ങേര് പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഒന്ന് എന്നിട്ടെ. നാരായണമൂർത്തി പറഞ്ഞത് എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഒരു എന്നിട്ടെ ഞാൻ പറഞ്ഞുതരാം. തനേഷി അങ്ങേര് പറയാണ്, ചൈന മോഡലില് ഇവിടെ ഉള്ളവരെല്ലാരും വർക്ക് ചെയ്യണം. അതായത് 996. അയാൾ പറഞ്ഞു വരുന്ന 996 എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ 12 മണിക്കൂർ. 6 എന്ന് പറഞ്ഞാൽ 6 ദിവസം 72 മണിക്കൂർ വർക്ക് ചെയ്യണം. ഇങ്ങനെ ഉണ്ട്. കൊള്ളാമോ? ചെയ്യാൻ റെഡിയാണോ വേലപ്പമ്പിള്ള ജി? 12 മണിക്കൂർ നിങ്ങളുടെ പിള്ളേരെല്ലാം IT സെക്ടറിൽ ഉണ്ടെങ്കിൽ 72 മണിക്കൂർ. ശൈലാജി നോ. പക്ഷേ ചൈനയിൽ വേറൊന്നുണ്ട്, അത് ഇയാൾ പറയുന്നില്ല. അവിടെ ശമ്പളം കൂടുതലാണ് കൊടുക്കുന്നത്. ചൈന പേസ് വെൽ മോർ. ഇവിടെ ശമ്പളവും നേരെ കൊടുക്കുന്നില്ല, 72 മണിക്കൂർ അവിടെ കിടന്ന് വർക്ക് ചെയ്യണം. എന്തൊരു ഇതാണ്! ആ ഗ്രീഡിന്റെ ഹൈറ്റ് ആണ് കാണിക്കുന്നത്. വിദ്യാർത്ഥി ഇവരെല്ലാം അടിമകളെ പോലെ ഇട്ട് വർക്ക് ചെയ്യിച്ച് കോടികൾ ഉണ്ടാക്കുക. അങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് ടോട്ടലി താറുമാറായി. ഇനി അടുത്താണ് ഇപ്പോഴും വന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതൊരു പാൻഡ്രോസ് ബോക്സ് ആണ്. ഇത് കാരണം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലി പോകും. ശരിയാണോ വേലപ്പമ്പിള്ളജി? ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലി പോകും. ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ വായു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. പ്രശ്നമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ചില ഫേക്ക് വീഡിയോസ്, അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് വരുന്ന ചില കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ റിയൽ ആണോ അല്ലേ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഈവൻ നമ്മുടെ വിഷുവിന്റെ അന്ന് ഇവിടുത്തെ പ്രസിഡന്റ് ട്രംപ് ഒരു ലുങ്കി കൊടുത്തോണ്ട് ഒരു പശുവിനെയും പിടിച്ചോണ്ട് ഒരു വരിക്കൂടെ നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കണ്ടാൽ റിയലാണ്. ഇത് കണ്ടിട്ടുള്ളത് എല്ലാവരും ഉണ്ടെങ്കിൽ വിസന്നിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രംപ് മുണ്ടും കയ്യിൽ മടക്കി കൊടുത്തോണ്ട്. അപ്പൊ ഈ AI വന്നു. ഇത് വന്നിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. റിയൽ ന്യൂസ്, ഫേക്ക് ന്യൂസ്, ജോലിയുടെതെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി കൂടുതൽ വരാൻ പോകുന്നേ ഉള്ളൂ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, താങ്ക് യു ജയചന്ദ്രജി. അടുത്തതാണ് എക്സിക്യൂട്ടീവ് ചെക്കപ്പ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂണുപോലെ കോർപ്പറേറ്റ് ആശുപത്രിയിലുണ്ട്. ഇത് പറയുമ്പോഴാണ് ഞാൻ അപ്രിയ സത്യം പറയുമ്പോൾ എന്റെ മെഡിക്കൽ ഡോക്ടേഴ്സിന് ഈ അലോപ്പതിയിലുള്ള കുറെ പേര് കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഇറക്കുന്നവർക്ക് ഞാനിത് പറയുന്നതാണ് എന്നോട് ദേഷ്യമാണ്. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ എന്താണ് ഇപ്പോഴും ചിലർക്കോ അതിന്റെ ഓണർഷിപ്പ് ആരെന്നറിയാമോ? അമേരിക്കയിലെ കമ്പനിയാണ്. ഡു യു നോ ദാറ്റ്? ഇഫ് യു ഡോണ്ട് നോ എന്നിട്ടേ അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നോ എന്നിട്ടേ ഞാൻ പറഞ്ഞുതരാം കൂടുതലായിട്ട്. നോ ശൈലാജി. ഓക്കെ, ഒരാൾക്ക് മാത്രമേ അറിഞ്ഞോളൂ, ബാക്കി എല്ലാവർക്കും നോ. ഓക്കെ മാഷുജി, ഒന്നും വേണ്ട. തിരുവനന്തപുരത്തുള്ള കിംസ് ആശുപത്രി കേട്ടിട്ടുണ്ടല്ലോ, കിംസ് ആശുപത്രി. അതിപ്പോഴ് തുടങ്ങിയതൊക്കെ ഒരു സഹദുള്ള ആൻഡ് അവരുടെ ടീമാണ്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു കമ്പനിയാണ് അത് ഓൺ ചെയ്തിരിക്കുന്നത്. എത്രയോ കോടികൾ കൊടുത്ത് അവർ വാങ്ങിച്ചു. ആസ്റ്ററും അമേരിക്കൻ കമ്പനി. ഇങ്ങനെ ഒരുപാട് ആശുപത്രികൾ. അവരിവിടെ വരുന്നത് എന്താണ്? ചാരിറ്റി വർക്കിനാണോ? അല്ലെ അമേരിക്കയിൽ നിന്ന് അത്രയും കാശ് മുടക്കുന്നത് എന്തിനാണ്? പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ ഉള്ളവരെല്ലാം സേവിച്ചിട്ട് നേരെ സ്വർഗത്തിൽ പോകാനാണോ? അല്ല, പ്രോഫിറ്റ്, സിമ്പിൾ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്?
ഇൻവെസ്റ്റിഗേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഈസി മണി കിട്ടുന്നത്. അറിയാമോ? പരിശോധന, ടെസ്റ്റുകൾ. ഒരു CT സ്കാനിന് 3000 രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് അവർക്ക് 1000 രൂപയുടെ ചെലവുള്ളതിനാണ് 3000 രൂപ. 2000 രൂപയാണ് ഉണ്ടാക്കുന്നത്. ലാബ് ടെസ്റ്റുകളെല്ലാം 80 to അതിന്റെ 5 ഇരട്ടിയാണ് അവർക്ക് ലാഭം. ഈ സത്യം പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ശൈലാജി ഇഷ്ടപ്പെടത്തില്ല. അതെ, ഞാൻ ഇത്രയും ദൂരെ നിൽക്കുന്നതാണ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവരിവിടെ വന്ന് എന്നെ തല്ലിക്കൊല്ലുമായിരുന്നു കേട്ടോ, അവിടെ ആയിരുന്നെങ്കിൽ. ഒരു രാത്രിയിൽ ഒരു ഇരുട്ടടിയെങ്കിലും കൊടുക്കാം. ഇവനെ കൊണ്ട് ഒരു നിവർത്തിയില്ല കേട്ടോ. നമ്മുടെ ഈ പ്രാക്ടീസിന്റെ എല്ലാം ഇവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്, അല്ലേ വേലപ്പഞ്ചി? അതുകൊണ്ട് ഒരു ഇരുട്ടടി തരാനായിട്ടെങ്കിലും ഒരു 4 പേര് അറേഞ്ച് ചെയ്യും. അവര് പുണ്യത്തിനല്ല വന്നിരിക്കുന്നത്. അപ്പൊ അവർ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് പാക്കേജ് 5000 രൂപ. ഒന്നുമില്ലാത്തതിനല്ല കുറച്ച് കാശുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് കംപ്ലീറ്റ് ബോഡി മുഴുവനും ചെക്ക് ചെയ്ത് അവിടെ ഒരു സിംറ്റം ഇല്ല, ചുമ്മാ പയറ് പോലെ നടന്നുകൊണ്ടിരുന്ന കക്ഷിയാണ്. ഈ ലാബ് ഉള്ള ഒരുപാട് ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയും ആ നോർമൽ റേഞ്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് റേഞ്ചാണ്, അബ്നോർമൽ അല്ല. വേലപ്പൻ പിള്ളേരുടെ പൊക്കം എത്രയാണ് ഇപ്പോഴും? 5 അടി 8 ഇഞ്ചെന്ന് വെച്ചോളൂ. അത് അവിടുത്തെ നോർമൽ ആയിട്ടുള്ള റേഞ്ച് പേര് പറയുന്നു. മിക്കവരുടെയും ശരാശരി ഇന്ത്യന്റെ പൊക്കം 5 അടി 9 മുതൽ 5 അടി 11 ഇഞ്ചാച്ചാൽ നിങ്ങൾ അബ്നോർമലായി, ആ റേഞ്ചിൽ നിന്ന് ഔട്ട്സൈഡായി. അതാണ് ഈ ലാബിന്റെ. അപ്പൊ ലാബ് റിസൾട്ട് കിട്ടുമ്പോൾ എല്ലാം ഹൈ എന്നിട്ടിരിക്കും, നോർമൽ അല്ല, അല്ലെങ്കിൽ ലോ. ഇത് കാണുമ്പോൾ, റിസൾട്ട് കാണുമ്പോൾ ഉള്ള സമാധാനം പോയി കിട്ടോ ഇല്ലയോ? കിട്ടിയില്ലേ? ആവശ്യമില്ലാതുള്ള കൊളസ്ട്രോൾ ടെസ്റ്റും ഇത് എല്ലാം കൂടെ ചെയ്ത് ഒരു സ്ട്രെസ് ടെസ്റ്റ്, ഒരു ട്രെഡ്മില്ല്, അടുത്ത ഒരു എക്കോ കാർഡിയോഗ്രാം. 100 പേരുടെ എക്കോ കാർഡിയോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 10-20 പേർക്കെങ്കിലും 50 വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചേഞ്ചസ് ആണ്. പിന്നെ അവർ പറയും ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നു, ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇതായിട്ട് വരും. തീർന്ന ഉള്ള മനസ്സമാനം പോയി. എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോകുന്നതിന് മുമ്പേ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഇനി ആൻജിയോഗ്രാം ചെയ്യണവർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഗണപതി പോലെ ചെന്ന് ഒരു 10 തേങ്ങയൊക്കെ അടിച്ചോണ്ട് പോകും. എന്നറിയാം, ഒന്ന് കുഴപ്പമൊന്നും അയക്കാൻ. അപ്പൊ ഗണപതിക്ക് ഗുണം കിട്ടി. ഇതുകൊണ്ട് ഗുണം ആർക്കെന്നറിയാം? ഗണപതിക്ക് ഇങ്ങനെ കുറെ നാള് തേങ്ങ അടിച്ചോണ്ട് പോകും. അവിടെ ചെന്ന് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് അവർ ചെയ്യുന്നത്? എങ്ങനെ നിങ്ങളെ കൂടുതൽ പൈസ കറക്കാം? എല്ലാവരും അല്ല, ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇപ്പോഴും നല്ലൊരു മെജോറിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആർ സോ ഗ്രീഡി. മെജോറിറ്റി. ഇത് പറയുമ്പോഴും ആ ഗ്രീഡി ആയിട്ടുള്ള എന്റെ കേൾക്കുമ്പോഴല്ലോ അവർക്ക് ചൊറിഞ്ഞുകൊണ്ട് വരും. ശരിയാണെങ്കിൽ ഗസ് എന്ന് പറഞ്ഞേ. ഈ പറയുന്നതെല്ലാം ആരാണ് ഗ്രീഡി, ഈ അൺഎത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ദേഷ്യം വരുന്നത്. മറ്റവർക്ക് ഒരു ദേഷ്യം വരത്തില്ല. അപ്പോഴങ്ങനെ 5000 രൂപ ചെക്കപ്പിന് പോയി അതിനുശേഷം ട്രെഡ്മില്ല്, എക്കോ കാർഡിയോഗ്രാം, ആൻജിയോഗ്രാം എല്ലാം കൂടെ ഒരു 3-4 ലക്ഷം രൂപ പോയി കിട്ടും. അതിന്റെ കൂടെ ഇല്ലാത്ത രോഗമുണ്ടെന്ന് പറഞ്ഞ് അതിൽ കൂടെ തന്നെ മനസ്സും ശരീരവും എല്ലാം തളരും. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ക്രിസ്റ്റൽ ക്ലിയർ ആയോ? എന്നാൽ CC8 ഇതവിടെ കേരളത്തിന് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേരളത്തിലാണ് ഈ മരം മണ്ടന്മാരാണ് മെജോറിറ്റി. ഞാൻ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഈ മെജോറിറ്റി വിട്ടുകളയും. ഇങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നു പറഞ്ഞാൽ ഇല്ല. മെജോറിറ്റി തട്ടിപ്പ്, വെട്ടിപ്പ്, പറ്റിപ്പ്, അതിന്റെ കൂടെ കൂടെ ചേർന്നാണ് തിരുവനന്തപുരം. TVPM. തട്ടിപ്പ്, വെട്ടിപ്പ്, പറ്റിപ്പ്, മൂഞ്ചിപ്പ്. കേട്ടോ, ഇതാണ്. അതിന് മലയാളികൾ ഈസി ആയിട്ട് കിട്ടും. ഉള്ള ആവശ്യമില്ലാത്ത എല്ലാത്തിലും എടുത്തിച്ചാടും. എന്നിട്ട് മനസ്സമാനം എല്ലാം കളഞ്ഞ് ഇതായിട്ട് നിൽക്കും. അതാണ് എക്സിക്യൂട്ടീവ് ചെക്കപ്പ്. ഇനി മാൽ പ്രാക്ടീസ് ലോ. ഇവിടെ അമേരിക്കയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പാൻഡ്രോസ് ബോക്സ് ആണ്. മാൽ പ്രാക്ടീസ് ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ പോലെ മാൽ പ്രാക്ടീസ് അറ്റേണീസ്, വക്കീലന്മാരുണ്ട്. അവന്മാർ ഇങ്ങനെ പരസ്യമാണ്. നിങ്ങൾ വിളിക്കൂ, ടോൾ ഫ്രീ നമ്പറാണ്, വിളിക്കൂ. എന്തെങ്കിലും നിങ്ങളുടെ ചികിത്സയിൽ നെഗ്ലിജൻസോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, മരണം സംഭവിച്ചിട്ടുണ്ടോ, അതുണ്ടോ, ഞങ്ങളെ വിളിക്കൂ. ഞങ്ങൾ നോക്കിയിട്ട് കോമ്പൻസേഷൻ കിട്ടും, മില്യൺസ് വാങ്ങിച്ചു തരാം. അതില്ലേ വിളിക്കും. അത് തുടങ്ങി. അതിൽ കൂടെ വരുമ്പോ എവിടെയെങ്കിലും, അതായത് ഒരു ആശുപത്രിയിൽ ഞാൻ വർക്ക് ചെയ്ത ആ ആശുപത്രിയുടെ കൂടെ ഉള്ള ആശുപത്രി
അതായത് വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ. അവിടെ ഈ ആ ഹോസ്പിറ്റൽ സെർവ് ചെയ്യുന്നത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ഒരുപാട് പൂവർ കമ്മ്യൂണിറ്റി. അതാണ്. അതിൽ നിന്ന് വന്നപ്പോൾ ഒരു സ്ത്രീ, അവര് ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ് അഡിക്റ്റ്. ഒരു ചെക്കപ്പും ചെയ്യാതെ ഒരു 6 or 7 മാസത്തിൽ നേരെ അവിടെ വന്ന് പ്രസവവേദനയായിട്ട് വന്ന് ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നു. ആ കുഞ്ഞ് ഒരു 3 ദിവസത്തിനകം മരിക്കുന്നു. ആ കുഞ്ഞിനെ അവിടുത്തെ ICU-ലെല്ലാം വെച്ച് മരിച്ചു. ഉടനെ അവർ മാൽ പ്രാക്ടീസ് ഒരു വക്കീലിനെ കോണ്ടാക്ട് ചെയ്തു. അയാളോട് നിന്ന് റെക്കോർഡ് എല്ലാം ചോദിക്കുമ്പോൾ എല്ലാം കൊടുക്കണം ആശുപത്രി. അപ്പൊ അതിൽ ഡോക്ടർ ഒരു ഉദാഹരണം പറയാണ് കറക്റ്റായിട്ട്. ഒരു 7:20 ഓക്സിജൻ കൊടുക്കാനായിട്ട് നേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. എന്നിട്ട് നേഴ്സ് അത് 7:50 അത് കൊടുത്തത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തത് നേഴ്സ് റെക്കോർഡ് ചെയ്തു എപ്പോഴും കൊടുത്തെന്നുള്ളത്. ആ ഡിലേ, 30 minutes ഓഫ് ഡിലേ ഇൻ ഗിവിംഗ് ഓക്സിജൻ. അതുകൊണ്ടൊന്നല്ല, വേറെ ഇതുകൊണ്ടാണ് മരിക്കുന്നത്. ഇത് മതി. അതുകൊണ്ട് അവസാനം $20 million ആണ് ജൂറി വെർഡിക്റ്റ് ആശുപത്രി കൊടുക്കണമെന്ന്. 1 million എന്ന് പറഞ്ഞാൽ 8 കോടി. 20 million 160 കോടി. ശൈലജി എന്ത് പറയും? ആശുപത്രിയാണെങ്കിൽ കുത്തവാള എടുത്ത് അത് ബാങ്ക്രപ്റ്റായി അടച്ചു. ഇത് ഫസ്റ്റ് ഹാൻഡ് എനിക്ക് അറിയാവുന്ന നോളജാണ്. ആശുപത്രി അടച്ചുപൂട്ടി. 250 സ്റ്റാഫ് എല്ലാവരുടെയും ജോലിയും പോയി കിട്ടി. ഇതെല്ലാം ഈ മാൽ പ്രാക്ടീസ് ലാ അബ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ റിട്ടയർഡ്. ഞാൻ വളരെ വിജിലന്റ് ആണ്. ഒരു മാൽ പ്രാക്ടീസ് കേസ് വരാതിരിക്കാനായിട്ട് ഞാൻ ഒരു നോട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു 2 തവണ വായിച്ച് എല്ലാം ഉറപ്പുവരുത്തും. ഒന്നും മിസ് ചെയ്തിട്ടില്ല, ഒരു കുഴപ്പമില്ല. എന്റെ റെക്കോർഡ് നാളെ പോവും വക്കീൽമാർ അത് ചോദിച്ചു കഴിഞ്ഞാൽ. അതാണ് സാധാരണ 5 കൊല്ലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 20% ഡോക്ടേഴ്സിന് മാൽ പ്രാക്ടീസ് വക്കീലിൽ നിന്ന് നോട്ടീസ് കിട്ടുന്നതാണ്. 10 കൊല്ലം 40% ആവും. ഒരു മാൽ പ്രാക്ടീസ് നോട്ടീസ് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെന്നുകൊണ്ട് ഇങ്ങനെ കണ്ണിൽ എണ്ണയും ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി എത്ര സ്ട്രെയിനും എത്ര സ്ട്രെസ്ഫുൾ ആണെന്ന് എഗ്രി ചെയ്യുന്നുണ്ടോ ഇസ്മായിൽ സേട്ടെ? ഡോക്ടർ ഇസ്മായിൽ സേട്ട്, സ്ട്രെസ് അല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്? നിങ്ങളെല്ലാം വിചാരിക്കും അമേരിക്കയിലെ ഡോക്ടർമാരെല്ലാം നല്ല ജാളിയായിട്ടിരിക്കുകയാണ് അല്ലേ? ലോക്കൽ സ്ലാങ്ങിൽ തന്നെ പറയാം, ജാളിയായിട്ട് നല്ലതായിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഒരു ജാളിയൊന്നും ഇല്ല കേട്ടോ ശോഭരാജി. ഇവിടെ പോകുന്നതല്ല ദിവസവും ഇങ്ങനെ വിറച്ചാണ് പോകുന്നത്. ഇതാരും പറയത്തില്ല, നാട്ടിൽ നിന്ന് ആരും പറയത്തില്ല, ഞാൻ മാത്രം പറയും. എനിക്ക് പറയാനായിട്ട് മടിയില്ല, സത്യം പറയാനായിട്ട്. അതുകൊണ്ട് എൻട്രൻസ് മാൽപ്രാക്ടീസ് ലാ വന്നോണ്ട് എന്ത് കുഴപ്പം? ആവശ്യമില്ലാത്ത എല്ലാ ടെസ്റ്റും ചെയ്യും. ഹെഡേക്ക് വന്നോ, ഇന്ന് വന്നോ, ഒരു CT സ്കാൻ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന ഹെഡേക്ക്, അടുത്ത വീണ്ടും CT സ്കാൻ. CT സ്കാൻ തന്നെ ഒരു 2 മാസത്തിനുള്ള 3 എണ്ണം എടുക്കും ഹെഡിന്റെ. MRI സ്കാൻ. എന്തിനെന്നറിയാം? എന്തെങ്കിലും നാളെ വല്ല ഈ ടെസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞൊരു മാൽ പ്രാക്ടീസ് അറ്റേണി കേസ് കൊടുത്തു കഴിഞ്ഞില്ല. ഇയാൾ 2ാമത് ഹെഡേക്ക് വന്നപ്പോ ചെയ്തില്ല, ആ പേടിച്ചിട്ട്. അതിനിവിടെ പറയും ഡിഫെൻസീവ് മെഡിസിൻ. ഡിഫെൻസീവ് മെഡിസിൻ ഏറ്റവും കൂടുതൽ. അതാണ് കോസ്റ്റ് ഓഫ് കെയർ വളരെ വളരെ കൂടുതലാണ് അമേരിക്കയിൽ. ട്രീറ്റ്മെന്റ് കെയർ എല്ലാം കൊളമാക്കിയത് മാൽ പ്രാക്ടീസ് ലോ. അതിൽ കൂടെ മാൽ പ്രാക്ടീസ് അറ്റേണീസ് അതിനെ വെച്ച് വരട്ടുക. എൻട്രൻസ് എക്സാം ഉദ്ദേശം എന്താണ്? എൻട്രൻസ് എക്സാം അവിടെ മാർക്കിൽ ആരോ ഒരുപാട് അവിടെ എന്നാണ്ട് കള്ളം കാണിച്ചു. 1981 കേരള യൂണിവേഴ്സിറ്റിയിൽ കുറെ പേരൊക്കെ മാർക്ക് ലിസ്റ്റിൽ ചെറിയ എന്നാണ്ട് ചെയ്ത് എൻട്രൻസ് എക്സാം. അതിന് പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ പഠിച്ചതിൽ കുറെ പേരൊക്കെ പ്രായം ഒരു 60 ആയവർക്ക് അറിയാം. പണ്ട് MBBS അഡ്മിഷൻ കിട്ടണമെങ്കിൽ, എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ മറ്റാണെങ്കിൽ പ്രീ ഡിഗ്രി പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണെന്നുണ്ടെങ്കിൽ എസ് പ്രീ ഡിഗ്രി പരീക്ഷ മാർക്കുണ്ടോ, നല്ല ഫസ്റ്റ് ക്ലാസ് കൂടുതൽ മാർക്കുണ്ടോ, അഡ്മിഷൻ കിട്ടും. അപ്പൊ അന്ന് ആരൊക്കെ, ഞാൻ മെഡിക്കൽ കോളേജ് ചേരുമ്പോൾ എന്റെ കൂടെ പിള്ളേരിൽ 80% പിള്ളേർ, 180 സീറ്റുള്ളതിൽ പിള്ളേരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. കർഷകരുടെ പിള്ളേരുണ്ട്, വേറെ ഇതൊക്കെ ഓർഡിനറി സ്കൂൾ ടീച്ചറുടെ പിള്ളേരുണ്ട്. ഈ എൻട്രൻസ് എക്സാം വെച്ചോട് എന്തായി? ഈ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് എത്ര ചെലവാക്കണം? അവര് രാജസ്ഥാനിൽ പോയി കോട്ടായിലും കീട്ടായിലും എല്ലാം ചെന്നു, അവിടെയും ലക്ഷക്കണക്കിന്. അവിടെ തൃശ്ശൂരിൽ ഒരു PC തോമസ് എന്ന് പറഞ്ഞ ഒരാൾ, അങ്ങേരുടെ ഇത് അടുത്ത് പാലായിൽ ബ്രില്യന്റ്
ഉള്ള എല്ലായിടത്തും കോച്ചിങ് പിള്ളേരുടെ ലൈഫും മിസറബിളായി. ഒരു കൊല്ലം ഇരുന്ന് എഴുതി തോറ്റു കഴിഞ്ഞാൽ പിന്നെയും എഴുതുക. പണ്ട് പ്രീ ഡിഗ്രിക്ക് എഴുതി കിട്ടിയില്ലേ, നേരെ BSc പഠിക്കാൻ പോകും. സോളജോ ബോട്ടണിയോ ഫിസിക്സോ എടുത്ത് അങ്ങനെ പോവും. ഇല്ല, ഈ തന്തയും തള്ളയും പെടത്തില്ല. തന്തയും തള്ളയ്ക്കും പിന്നെ വാശിയാണ്, എങ്ങനെയെങ്കിലും ഇതാക്കെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് ഓരോ കൊല്ലവും കോട്ടയിൽ മാത്രം, രാജസ്ഥാനിലെ കോട്ടയിൽ മാത്രം 30 പിള്ളേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. 30 പിള്ളേർ. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, അവരുടെ ഭാര്യയുടെ പ്രശ്നമാണോ, ഭർത്താവിനുള്ള പ്രശ്നമാണോ? ഒന്നുമല്ല. ഈ സ്ട്രെസ്. ശരിയാണോ? എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി കൊണ്ട് ഏട്ടെ. എത്ര പേര്, ഇത് അവിടുത്തെ മാത്രമല്ല, എൻ്റെ ഇന്ത്യയിൽ ഓരോ കൊല്ലവും 14,000-ഓളം സ്റ്റുഡൻസ് ആണ് ആത്മഹത്യ ചെയ്യുന്നത്. അറിയാമോ? 14,000-ഓളം സ്റ്റുഡൻസ് ആണ് ഓരോ കൊല്ലവും ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊന്നും പണ്ടില്ല. ഇതെല്ലാം ഈ ഭൂതം, ഈ പാൻഡ്രാസ് ബോക്സ് എൻട്രൻസ് എക്സാം. എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടോ ഏട്ടെ. എഗ്രി ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞെല്ലാം റിയൽ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ധനേഷ് ജി എഗ്രി ചെയ്യുന്നു, ശോഭരാജ് ജി. ഇതിനെ കുറിച്ച് ആരും മിക്കവരും ചിന്തിക്കാറില്ല. ഒന്ന് തുടങ്ങി വെച്ചേക്ക്. പിന്നെ അതിന് വരുന്ന ഇറാഖ് വാർ. എന്തിനാണ് ഇറാഖിലോട്ട് പോയത്? സദാം ഹുസൈന്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ 2 കൊല്ലം യുണൈറ്റഡ് നേഷൻസ് UN അവിടെ എല്ലാം അരിച്ചു പിറക്കി നോക്കിയിട്ട് അവിടെ ഒരു മാലപ്പടക്കവും ഓലപ്പടക്കം പോലും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. വിടുന്നില്ല. അവിടെ ചെന്നിട്ട് അവസാനം എന്തായി? ആ രാജ്യം സദാം ഹുസൈൻ ഉണ്ടായിരുന്നപ്പോ അവിടെ മരുന്നിന് പോലും ഒരു ടെററിസ്റ്റ് ഇല്ലായിരുന്നു. മരുന്നിന് പോലും ടെററിസ്റ്റ് ഇല്ലാത്ത ഒരു രാജ്യത്തിൽ സദാം ഹുസൈൻ പോയി. അതിനുശേഷം ഇപ്പോഴതാണ് ടെററിസ്റ്റിന്റെ ട്രെയിനിങ് ക്യാമ്പ്. ഐസിസ് എന്ന് പറയുന്നത് വന്നത് ഇറാഖിൽ നിന്നാണ്. 7,000-ഓളം അമേരിക്കൻ സോൾജേഴ്സ് അവർ കൊല്ലപ്പെട്ടു. 1,00,000-ലേറെ ഇറാഖി പാവപ്പെട്ടവർ അവരും കൊല്ലപ്പെട്ടു. ഈ പറയുന്നത് ക്ലിയർ ആയോ? ഒരു പാൻഡറാസ് ബോക്സ്. ആ രാജ്യവും താർന്ന് തരിപ്പണമായി. ഇതെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ ലോങ് ടൈം കോൺസിക്വൻസ് ഒന്നും ആലോചിക്കുന്നില്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുടെ റൂട്ട് കാസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണെന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എസറ്റെ. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. പൊണ്ണത്തടി, യെസ് പ്രശോഭൻ, പൊണ്ണത്തടി, ഹൈ ബ്ലഡ് പ്രഷർ, ഒരുപാട് ഉപ്പുള്ള എല്ലാം ചിപ്സും മറ്റതും മറിച്ചതും, മിക്സർ, മുറുക്ക് എല്ലാം ലൈഫ് സ്റ്റൈലിലെ ദിവസം അത് കഴിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല. നല്ലൊരു ശതമാനം കഴിക്കുന്നത് ഇപ്പം യൂബർ എല്ലാം വിളിച്ചിട്ട് സൊമാറ്റോ അത് ഇത് അങ്ങനെ ഉള്ളതെല്ലാം വാങ്ങിച്ച് കഴിച്ച് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ ഇരുന്നിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി എങ്ങനെ വേസ്റ്റ് ആക്കും? കൂടുതൽ കഴിക്കും അല്ലേ? വിശപ്പ് കഴിഞ്ഞാലും ഓർഡർ ചെയ്ത് അത്രയും വന്നത് കാരണം അത്രയും കഴിക്കും. അത്രയും കഴിക്കുമ്പോൾ അത് എവിടെ പോകും? ശരീരത്തിൽ കയറും. ഓവർ വെയിറ്റ്, എല്ലാ പ്രശ്നങ്ങളും. അപ്പൊ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തുടങ്ങിയതൊന്ന് പാൻഡറാസ് ബോക്സ്. ഓർഡർ ചെയ്താൽ വീട്ടിൽ കിട്ടും പാൻഡറാസ് ബോക്സ്. ശരിയാണോ ശൈലജി? എല്ലാം എനിക്ക് എളുപ്പമാണ്. സോലാലും വിളിച്ചാൽ മതി, ഫോൺ വിളിച്ചാൽ 1/2 മണിക്കൂറിന് സാധനം കിട്ടുന്നതിന് സന്തോഷം, ഹാപ്പിയായി, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ആരോഗ്യമാണ്. നിങ്ങൾ അങ്ങോട്ട് പിന്നെ കിടക്കിലാവും. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. പാൻഡറാസ് ബോക്സ്. സെൽഫോൺ ഏറ്റവും വലിയ പാൻഡറാസ് ബോക്സ് ആണ്. ഇപ്പോൾ സെൽഫോൺ കാരണം അഡൽസും വയസ്സായവരും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും അഡിക്റ്റഡ് ടു ഫോൺസ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് എൻ്റെ നെയ്ബർ മോളിലുള്ളവർക്ക്, അവൻ്റെ ബംഗാളി ചെറുക്കനാണ്, അവനും അവൻ്റെ ഭാര്യയുണ്ട്. അവിടെ ചെന്ന് കുറച്ച് നേരം സംസാരിച്ച് വരാമെന്ന് അവിടെ കയറി. കയ്യിൽ സെൽഫോൺ ഇരിക്കുകയാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ സെൽഫോണിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുണ്ട്. ഐ കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. സംഭാഷണം കൊണ്ട് എന്തെങ്കിലും നമുക്കൊരു ഇത് കിട്ടുമോ കോൺവെർസേഷനിൽ? നത്തിങ്. ഞാൻ ഒരു 5 മിനിറ്റ് ഓക്കെ സീ യു ലേറ്റർ ഇറങ്ങിപ്പോയി.
കൊച്ചു കുഞ്ഞുങ്ങൾ പറയുള്ളക്ക് 1 വയസ്സുള്ള കുട്ടിക്കും കളിപ്പാട്ടം പോലെ ഇതിനാണ് കൊടുക്കുന്നത് ഇപ്പോഴും. എന്നിട്ട് അതിൽ തന്നെ ഗ്ലൂഡായി. സ്ക്രീൻ അഡിക്ഷൻ. ഇപ്പൊ സ്ക്രീൻ അഡിക്ഷൻ ഇങ്ങനെ കുറയ്ക്കാനുള്ള കൗൺസിലേഴ്സ് ഒരുപാട് ഇറങ്ങി. നല്ലൊരു ബിസിനസ്സാണ് ഇപ്പോഴും. പിള്ളേരുടെ സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ ആക്കാം? ആദ്യം ഈ തള്ളയുടെ സ്ക്രീൻ അഡിക്ഷൻ മാറ്റണം, എന്നിട്ടേ പിള്ളേരുടെ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഈ പറയുന്ന എൻ്റെ അടുത്ത് ആരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ ഞാൻ പറയും, എന്റെ മകന് അവന്റെ 18 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ആദ്യമായിട്ട് ഒരു ഫോൺ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ. 18 വയസ്സിന് ശേഷം. അതും സ്മാർട്ട് ഫോൺ ഒന്നുമില്ല, സ്റ്റുപ്പിഡ് ഫോണേ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്തിനാണ്? വിളിച്ച് സംസാരിക്കാനായിട്ട്, അത്രയേ ഉള്ളൂ. അവൻ ബാംഗ്ലൂരിൽ ചെന്ന് ചേർന്നുകൊണ്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് അവൻ ബാംഗ്ലൂരിലെ അവിടുത്തെ കോളേജിൽ ചേർന്നു. അപ്പം ദിവസം വരത്തില്ല വീട്ടില്, ഫോൺ വിളിക്കാനായിട്ട് ഒരു ഓർഡിനറി ഫോൺ. അത് കഴിഞ്ഞ് അവന്റെ 21ാമത്തെ വയസ്സിലാണ് അവന് സ്മാർട്ട് ഫോൺ. ചില അന്ന് അവരുടെ സിലബസ് എല്ലാം MBA പഠിക്കാൻ പോയപ്പോഴും അതിന് സ്മാർട്ട് ഫോൺ വേണം. അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് ആ അഡിക്ഷൻ കുഞ്ഞുനാളിൽ ഇപ്പൊ കയറ്റുന്നത് ഈ പാരന്റ്സ് ആണ്. ഇതിന്റെ ലോങ് ടേം കോൺസിക്വൻസ് അവർ മനസ്സിലാക്കുന്നില്ല. ആൻഡ് കൊച്ചു കുട്ടികൾക്ക് വന്നിട്ട്, ഞാൻ എന്റെ ഫ്രണ്ട് അവിടെ ഒത്താൽമോളജിസ്റ്റ് 2 പേരുണ്ട് പ്രൊഫസേഴ്സ് ആയിട്ടൊക്കെ, അവരെ ഞാൻ ചോദിച്ചോണ്ടേ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ വിഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു, പ്രീ ടീനേജിൽ തന്നെ. എന്തുകൊണ്ട്? ഇതിനുള്ള ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ട്. പിടികിട്ടിയോ? ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. ഈ സെൽഫോണും എല്ലാം വന്ന് പിള്ളേർ ഏതിൽ പോകുന്നു, ഏത് വെബ്സൈറ്റിൽ പോകുന്നു, പോർണോഗ്രാഫി എല്ലാം കയറി എന്തൊക്കെയാണ് അവർ കയറുന്നെന്നുള്ളത് ഒരു കൺട്രോൾ ഇല്ലാതായി. നേരത്തെ പറഞ്ഞ നമ്മുടെ കോവിഡിന്റെ അമേരിക്കയിലെ ഇങ്ങേരാണ് ആന്റണി ഫൗച്ചി. ഓക്കെ, അങ്ങേര് പറഞ്ഞാണ് 200,000 ന്യൂ കേസസ് ഒരു ദിവസം, 1,00,000 പുതിയ കേസുകളൊക്കെ വരും കേട്ടോ. അങ്ങേര് വൈറ്റ് ഹൗസിന്റെ ഇതിലാണ്, ഇൻഫെക്ഷൻ ഡിസീസിന്റെ എക്സ്പെർട്ടാണ്. അങ്ങേര് പറഞ്ഞത് 1 മാസ്ക് പോരാ, 2 മാസ്ക് വേണം. ഒരു സാധാരണ മാസ്കും അതിന്റെ മുകളിൽ N95 മാസ്കും. വാക്സിനേഷൻ നിർബന്ധമായിട്ട് എടുക്കണം. 2 വാക്സിൻ 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോവിഡ് വരത്തില്ല, പിടിക്കത്തില്ല. കോവിഡ് നിങ്ങളെ കാണുമ്പോൾ തന്നെ പേടിച്ച് ഓടിക്കളയും കേട്ടാ. അങ്ങനെ 2 ഡോസ് എടുത്തിട്ടുണ്ട് കേട്ടാ. കോവിഡ് സലാം പറഞ്ഞ് ഓടിക്കളയും. എല്ലായിട്ട് സ്കൂളെല്ലാം അടയ്ക്കണം. അത് പിള്ളേരെ അതെല്ലാം ഇത്രയും ക്രൗഡ് പാടില്ല. അതിനുടൻ തന്നെ ന്യൂയോർക്കിലെ അവരെ നിർബന്ധമാക്കി ഗവൺമെന്റ് എംപ്ലോയീസിനെല്ലാം വാക്സിനേഷൻ എടുക്കണം നിർബന്ധമാക്കി. എടുക്കാത്തവരെല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അവർ പിന്നെ സുപ്രീം കോടതിയിൽ കേസുമായിട്ട് പോയി. പിന്നെ അവർ ജയിച്ചു വന്നു. ഇയാൾ പറഞ്ഞതിനാണ് ലോകത്ത് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതിന്റെ 1 സെന്റ് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധനാണ്. നമ്മൾ കേരളം പ്രബുദ്ധനാണ്. അതാണ് കേരളത്തിൽ മാത്രം ആ കോവിഡ് എന്നവര് ചെവി പറഞ്ഞു. ഞാൻ രാത്രി 10 മണിക്കോ 6 മണിക്കോ ഇടയ്ക്കാണ് ഞാൻ പുറത്തിറങ്ങുന്നത് കേട്ടാ. ആ സമയത്ത് ആരും ഇറങ്ങിക്കളയരുത് കേട്ടാ. അതാണ് സർക്കാർ കേട്ടു. അത് 10-നും 6-നും ഇടയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് ഒന്ന് പിടിക്കും. കോവിഡ് പിടിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും. ശരിയാണോ ഇല്ലയോ ഞാൻ പറയുന്നത്? അല്ലേ? ശരിയാണോ? അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ലേ രാത്രിയില്? അത് 60 വയസ്സ് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരുത്. 60 വയസ്സ് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരുത്. അതാണ് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടില്. അവൻ അതിന് മുമ്പൊക്കെ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ വാട്സാപ്പിൽ കണ്ടപ്പോൾ നല്ല എന്നെ പോലെ പഞ്ഞി പോലെ നരച്ചിരിക്കായിരുന്നു. കുറച്ച് ദിവസം ആ കംപ്ലീറ്റ് ഡൈ അടിച്ചിരിക്കുന്നു, മീശയെല്ലാം. ചേട്ടാ എന്തിനാ നീ ഡൈ അടിച്ചത്? ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാണ് ഞാൻ ഡൈ അടിച്ചില്ലെങ്കിൽ വെളി ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ പിടിച്ചളയും. അത് കാരണം ഡൈ അടിച്ച് നടക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇതും നോൺസെൻസിന്റെ അവൻ ഭീതിവൽക്കരണമാണ്. അത് കാരണം എന്ത് പറ്റി? സ്കൂളെല്ലാം ഷട്ട് ഡൗൺ. റെസ്റ്റോറന്റ് പോകാൻ പറ്റത്തില്ല, റെസ്റ്റോറന്റ് ഷട്ട് ഡൗൺ. ദെൻ ഷോപ്പിങ്ങിന് മിക്കവരും പോകുന്നില്ല, ഓൺലൈൻ ഇതായി. സോഷ്യലൈസും പറ്റുന്നില്ല. പ്രായമാരെല്ലാം ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് അമേരിക്കയിൽ ഒരുപാട് പേര്. അവർ ദിവസം നടന്ന് മറ്റേ മെക്ഡോണൽഡ്സ് പോയിരുന്ന ഒരു ഫ്രണ്ട്സായിട്ടൊക്കെ കുറെ സംസാരിച്ച് ചെയ്യുന്നത് ഇതായി. ലോൺലിനെസ്, ഐസൊലേഷൻ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം കൂടി സാമ്പത്തികമായിട്ട് ഒരുപാട്. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര റിസോർട്ടെല്ലാം നഷ്ടത്തിലായില്ലേ? ഹോട്ടലുകളെല്ലാം ഒരു പരുവത്തിലായില്ലേ? ആരുടെ? ഇങ്ങേരുടെ, ഈ കക്ഷിയുടെ. അത് ഫോളോ ചെയ്ത വളരെ കുറച്ചു പേരിൽ ഒന്നാണ് ഈ ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ. ഒരു മാസ്കും വെച്ചില്ല, 1 ഡോസ് വാക്സിനും എടുത്തില്ല. ഇവിടെ ഈ എന്റെ സ്റ്റേറ്റിൽ 2 മാസം മാത്രം നിർബന്ധമായിരുന്നു എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകാന്ന് വെച്ചാൽ അവിടെ അതിനകത്ത് മാസ്ക് ഇട്ടിരിക്കണം, സാധാ മാസ്ക്. ആ 2 മാസം കഴിഞ്ഞു അതും ഇല്ല.
ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല? കാരണമുണ്ട്. കാരണത്തോടെയാണ് എടുക്കാത്തത്. ഈ കോവിഡ് വൈറസ് എന്ന് പറയുന്നത് ഫ്ലൂ വൈറസിന്റെ ഒരു കസിനാണ്, സെയിം ഫാമിലിയാണ്. ഫ്ലൂ വൈറസ് ഒരു പിള്ളയാണെന്നുണ്ടെങ്കിൽ ഈ കോവിഡ് വന്നിട്ട് മേനോനാണ്. ഫ്ലൂ വൈറസ് വന്നിട്ട് ഒരു കുറുപ്പാണെന്നുണ്ടെങ്കിൽ ഇത് നായരാണ്. രണ്ടും ഒരേ ഫാമിലി. ഈ ഫ്ലൂ വൈറസിന് എല്ലാ കൊല്ലം ഇവിടെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഞാൻ 30 കൊല്ലമായിട്ട് എന്നിട്ട് ഒരിക്കൽ പോലും ഒരു ഡോസ് എടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഈ വൈറസ് ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്തിരിക്കുന്ന കാരണം വാക്സിൻ വോണ്ട് പ്രിവെന്റ്, സ്റ്റോപ്പ്. ഓരോ കൊല്ലം ഇവിടുത്തെ CDC, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ അവരുടെ റിപ്പോർട്ടിൽ ടോപ്പ് 10 കോസസ് ഓഫ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്തിൽ ഇപ്പോഴും ഫ്ലൂവിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ വാക്സിനേഷൻ കൊണ്ട് എന്ത് നേടി? അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇതും എടുത്തില്ല. പക്ഷെ മറ്റെന്തെല്ലായി എയർ ട്രാവൽ എല്ലാ ബിസിനസ്സും ഇതുകൊണ്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? വാക്സിനേഷൻ ഇല്ലെങ്കിൽ കയറ്റത്തില്ല. എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ? കയറുന്നതിന് 24 മണിക്കൂർ മുമ്പ് ആ ടെസ്റ്റ് ചെയ്യണം, ഈ ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ടുള്ള ദ്രോഹം നീ കൂടുതൽ കാണിച്ചു തരാം. ഇയാളെ നിങ്ങൾ കേട്ട് കാണത്തില്ല. ആൻഡേഴ്സ് ടെഗ്നൽ, അങ്ങേര് സ്വീഡനിലുള്ള ഇങ്ങേരുടെ അതേപോലെ 15-16 വയസ്സ് പ്രായം കുറവ്, അയാളും ഇൻഫെക്ഷൻ ഡിസീസ് എക്സ്പെർട്ടാണ്. അങ്ങേര് പറഞ്ഞു ഒരു ഷട്ട് ഡൗണും വേണ്ട, സ്കൂളെല്ലാം തുറന്ന് പ്രവർത്തിക്കട്ടെ, റെസ്റ്റോറന്റ് എല്ലാം നടക്കട്ടെ, എവറിത്തിങ് ലൈഫ് ആസ് ബിഫോർ. നിശ്ചിതമായിട്ട് എല്ലാവരും വിമർശിച്ചു. സ്വീഡനിൽ അവൻ സ്റ്റുപ്പിഡാണ്, അതേ പറയത്തുള്ളൂ. അവൻ വന്നിട്ട് ഇത് കാണിക്കുന്ന എന്താണ്? നമ്മുടെ ഫൗച്ചി പറഞ്ഞിരിക്കുന്ന കേൾക്കാതെ 3 കൊല്ലം കഴിഞ്ഞു. ഡെത്തിന്റെ സ്റ്റാറ്റിസ് നോക്കിയോണ്ട് കോവിഡ് കാരണം സ്വീഡനിൽ മരിച്ചതിന്റെ നമ്പരും ആ അടുത്തുള്ള ജർമ്മനി ബാക്കിയുള്ള രാജ്യങ്ങൾ തമ്മിൽ സെയിം, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സ്വീഡന്റെ ഇക്കോണമി തകർന്നില്ല, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് ഒരു തകർച്ചയും വന്നില്ല, മാനസിക രോഗങ്ങളൊന്നും പിടിപെട്ടില്ല. ക്ലിയർ ആയോ? ഇത് അറിഞ്ഞുകൂടായിരുന്നല്ലോ നിങ്ങൾക്ക്, മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നല്ലോ ഈ ഫാക്ട്. ചെക്ക് ചെയ്യണം. ഞാൻ എടുക്കുന്ന എന്റെ പവർ പോയിന്റ് എടുത്തേക്ക് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം 100-150% കറക്റ്റ് എന്നുള്ള. അപ്പോൾ യു വിൽ ബി കൺവിൻസ്ഡ്. ദെൻ വാട്ട് ഹാപ്പൻ? ഈ 4 ഡോസാണ് ഈ ഫൗച്ചി എടുത്തത്. ഫൗച്ചി 4 ഡോസ് എടുത്തിട്ട് എവിടെയും പോകത്തില്ല, എല്ലാം എടുത്തിട്ട് വെളിയിൽ പോകുന്നില്ല. ഡിന്നറിന്, വൈറ്റ് ഹൗസിലെ ഡിന്നറിനെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയില്ല. എന്നിട്ട് 4 ഡോസ് എടുത്തിന് അങ്ങേരക്ക് കോവിഡ് പിടിപെട്ടു. പോരെ? അപ്പൊ ഇങ്ങനെ പറഞ്ഞെന്താണ്? എല്ലാം കള്ളമാണെന്ന് വന്നില്ലേ? ഫൈസർ, ഈ കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ഫൈസർ കമ്പനി, അതിന്റെ CEO 4 ഡോസ് എടുത്ത അങ്ങേർക്കും കോവിഡ് പിടിപെട്ടു. സോ ഫാൾസ് ഇൻഫർമേഷൻ, മിസ് ഇൻഫർമേഷൻ കൂടെ they made billions of dollars ഉണ്ടാക്കി. എന്നിട്ട് ഇങ്ങനെ പേടിയായി. ചില സംഗതി അടുത്തത് ഇങ്ങനെ ട്രംപ് വരുന്നുണ്ട്, വല്ല നടപടി എടുക്കുമോ? അത് കാരണം പ്രസിഡന്റ് ജോ ബൈഡൻ പാർഡൻസ് ഡോക്ടർ ആന്റണി ഫൗച്ചി. ഇങ്ങേര് ജാനുവരിയിൽ ഇറങ്ങുന്നതിന് മുമ്പേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങേർക്ക് പാർഡൻ കൊടുത്തു. ഇനി ഒരു വിധത്തിലുള്ള ഒരു കേസും, ക്രിമിനൽ കേസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പ്രൊട്ടക്ഷൻ. അപ്പൊ ഇങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഇങ്ങേര് സയന്റിഫിക് ആണ്, ഒരു കുഴപ്പവും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് പാർഡൻ? ഞാൻ പറയുന്നത് ശരിയാണോ? എന്തിനാണ് പാർഡൻ? പാർഡൻ വേണ്ടല്ലോ, സയൻസ് ആണല്ലോ. ദാറ്റ് ഈസ് ഇറ്റ്. ഓർത്തോളണം. സെൽഫോൺ ആൻഡ് പാൻഡോസ് ബോക്സ്, മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസ്. ഇന്ന് ആ സെൽഫോൺ വന്നതോടുകൂടി എന്തായി? ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ വെച്ചുകൊണ്ട് ഓടിക്കുന്നവർ കണ്ടിട്ടില്ലേ? 6 വരുമ്പോൾ ഇന്നാ പിടിച്ചോ ടെസ്റ്റ് ചെയ്യുന്നു. അറ്റൻഷൻ പോയി 3 to 4 സെക്കൻഡ്സിന്റെ അറ്റൻഷൻ പോയാൽ മതി, you may get into an accident. Increasing incidence of accident, cell phone. Pandora's box. സെൽഫി എടുത്ത്, സെൽഫി എടുക്കാനായിട്ട് ട്രെയിനിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്ത് എത്ര പേര് മരിച്ചു? ബാക്കിൽ നിന്ന് ട്രെയിൻ ഒന്ന് ഇടിക്കുകയാണ്, ഒരു പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നു, താഴെ വീണ് മരിക്കുന്നു. സ്ക്രീൻ അഡിക്ഷൻ നേരത്തെ പറഞ്ഞു. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഇൻസോംനിയ, രാത്രിയിൽ പുറന്നതിന് മുമ്പ് ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ആ ബ്ലൂ ലൈറ്റ് എല്ലാം വന്നിട്ട് ആ മെലറ്റോണിൻ എല്ലാം അഫീറ്റിട്ട് സ്ലീപ്പ് ഡിസ്റ്റർബ്. സെൽഫോൺ അഡിക്ഷന്റെ
ആൻഡ് സൈബർ ഫ്രോഡ് അറിയാലോ, നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റും ഇതെല്ലാം വന്നിട്ട് കംപ്ലീറ്റ് എത്ര എണ്ണത്തിന് പല വിധത്തിലും പട്ടിയുടെ തെരുവ് നായടക്ക് സുപ്രീം കോടതി ഓർഡർ ഓൺ സ്ട്രേ ഡോഗ്സ് ഇസ് ഇൻഹ്യൂമെയിൻ. ആന്റി സയൻസ് ആന്റിയിൽ ആരാണ്? മനേക ഗാന്ധി. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാറിലായിരിക്കും. എവിടെയെങ്കിലും പോയെന്ന് അവിടെ ഇറങ്ങുന്നത് കാറിൽ നിന്ന് ഇറങ്ങി അതിനകത്ത് കയറും. ഇവര് റോട്ടിൽ കൂടെ ഒന്നും നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വേറെ ഒരുപാട് പേര് ജഡ്ജിമാരും എല്ലാം വന്നിട്ട് എല്ലാം ഇതേപോലെ കാറിൽ നിന്ന് ഇറങ്ങി. പട്ടികളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. സാധാരണക്കാരൻ റോട്ടിൽ നടക്കുന്നവന് പട്ടികടി എല്ലാം. അങ്ങനെ ഇവരുടെ നായപ്രേമം. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പട്ടികടി അയക്കുന്നത്, ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു. ഇന്ത്യ റിപ്പോർട്ട്സ് 22 lakh ഡോഗ് ബൈറ്റ് കേസസ് ഇൻ 2024. 22 ലക്ഷം 48 മരണം. ഇതൊക്കെ പാൻഡ്രാസ് ബോക്സ് നിയമത്തിൽ വെച്ചിരിക്കുന്നു. പട്ടിയെ കൊല്ലരുത്. ഇത് നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലാണെന്ന് CC8 ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഒരു കാരണം, ഇത് സ്റ്റുപ്പിഡിറ്റി അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? താങ്ക് യു സോമരാജി. ഒന്ന് ആലോചിച്ച്, ജപ്പാനില് മരണം ഇല്ല, കേൾക്കാൻ പോലും ഇല്ല. ഓസ്ട്രേലിയയിൽ ഇല്ല, സ്ട്രേ ഡോഗ്സിനെ അലോ ചെയ്യുന്നില്ല. ഇവിടെ അവരെ പിടിച്ച് അതിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വാക്സിൻ കൊടുത്തിട്ട് പട്ടിയെ വിടണം. ആഹാ, അതിനെ സ്റ്റെറിലൈസ് കഴിഞ്ഞാൽ അത് ആരെയും കടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കടിക്കുന്നത് സ്റ്റെറിലൈസ് ചെയ്യാത്തതുകൊണ്ടാണോ? ശൈലജി, മനോഹരൻ ജി, സ്റ്റെറിലൈസ് കഴിഞ്ഞാൽ അതോടുകൂടി ആ പട്ടി പിന്നെ ഒന്നും കടിക്കത്തില്ല, വാലാട്ടി നിൽക്കും അല്ലേ? സ്റ്റെറിലൈസ് ചെയ്താൽ മതി, അത്രയും മാത്രം ചെയ്താൽ മതി. എന്താണ് എല്ലാം സീരിയസ് ആയിട്ടിരിക്കുന്നു? ഇസ്മായിൽ ജി ചിരിക്കണം, പല്ല് കാണട്ടെ. ഓക്കെ ശോഭനാജി, അങ്ങനെ എന്തെല്ലാം സ്റ്റുപ്പിഡ് നോൺസെൻസ് ആണ്. എന്നിട്ട് കടിച്ച പട്ടി അല്ല തെരുവ് പട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ എവിടെ നിന്നാണ് പിടിച്ച അവിടെ തന്നെ തിരിച്ചുകൊണ്ട് വിടണം. അങ്ങനെ ഉണ്ട്. ഇപ്പം പട്ടിയെ പിടിക്കാനായിട്ട് ആളെ കിട്ടുന്നില്ല. പട്ടി പിടുത്തം കേരളത്തിലെ ആൾക്കാരില്ല. ഡോഗ് കാച്ചേഴ്സ്. അവന് ജോലി പട്ടിയെടുത്ത് പറഞ്ഞാൽ അവന് ഒരു പെണ്ണും കൊടുക്കത്തില്ല. ശൈലജ പെണ്ണ് കൊടുക്കോ? ഇല്ല. എന്താണ് ജോലി ചെറുക്കന്റെ? പട്ടി കൊടുത്താണ് ജോലി. ഒരു പെണ്ണിന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. എന്താണ് ഭർത്താവിന്റെ ജോലി? പട്ടി കൊടുത്തതാണ്. അതാണ് ആരുമില്ല, പട്ടി പിടിക്കാനായിട്ട് ആളില്ല. പട്ടി പിടിച്ചിട്ടല്ലേ പിന്നെ കൊണ്ടുപോയിട്ട് സ്റ്റെറിലൈസ് എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ നടക്കാനില്ലാത്ത അപ്രായോഗികമായിട്ടുള്ള ഓരോ ഇതും ഒന്ന് വന്നിട്ട് സുപ്രീം കോടതിയും എല്ലാ കോടതിയും എല്ലാം കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കോമാളിത്തരത്തിന്റെ ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അടുത്തത് ഏറ്റവും വലിയ ഡേഞ്ചറാണ് ഇപ്പോഴും. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പ്രബുദ്ധ കേരളത്തിലേ ഉള്ളൂ. എത്ര മാസികളെന്നറിയാം? ആരോഗ്യ മാസിക, ആരോഗ്യമംഗളം. അതിൽ താഴെ എന്താണ് അകാല നരക്കി. ആ സ്ത്രീക്ക് കൂടിപ്പോയ ഒരു 50 വയസ്സെല്ലാം വരും, കംപ്ലീറ്റ് നര പിടിച്ചിരിക്കുകയാണ് കേട്ടെ. അകാല നരയ്ക്കുള്ള എല്ലാം അത് വായിച്ച് അകാല നരയെല്ലാം മാറ്റാന്നാണ് പറയുന്നത്. ഇസ്മായിൽ സേഠ്ജി എന്ത് പറയുന്നു? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? മനോഹരൻ ഈ മാസികളെല്ലാം ഈ പെണ്ണുങ്ങൾക്ക് ഒരു ജോലിയില്ല, ഇരുന്ന് വായിക്കും. എല്ലാം വായിച്ച് അതിൽ എഴുതിക്കുന്നതെല്ലാം കണ്ടിട്ട് ഇല്ലാത്ത ഭീതി വരും. ഇവിടെ ആരോഗ്യ ബോധവൽക്കരണമല്ല, രോഗഭീതി വൽക്കരണം. തലവേദന ഇങ്ങനെ എഴുതിയിരിക്കും, അതിനായിട്ട് വായിക്കും. ബ്രെയിൻ ട്യൂമർ ആണെങ്കിലും തലവേദന വരാം. ഒരു ന്യൂറോളജിസ്റ്റ് കണ്ട് ഒരു CT സ്കാൻ എടുത്താൽ ഉടനെ പൊയ്ക്കഴിഞ്ഞു. CT സ്കാൻ വേണം, ന്യൂറോളജിസ്റ്റ് പൊയ്ക്കഴിഞ്ഞു. മിക്കവരും മനസ്സിലാക്കുന്നില്ല. ഒരു CT സ്കാനിന്റെ റേഡിയേഷൻ 100 ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതിന്റെ അത്ര റേഡിയേഷൻ ആണ് ഒരു CT സ്കാൻ. എത്ര ഡേഞ്ചറസ് ആണെന്ന് നോക്കിക്കൊള്ളാം. ഒരു CT സ്കാൻ 100 to 200 എക്സ്റേസിന്റെ ഇതാണ്, റേഡിയേഷൻ ആണ്. ഇതെല്ലാം ഈ മാസികളെല്ലാം വായിച്ച് ഒന്ന് പേടിച്ച് എല്ലാം പോവും. Sometimes when I consider what tremendous consequences come from little things, I am tempted to think that there are no little things. ഒന്ന് നിസ്സാരമായിട്ട് കാണരുത്. ഓരോ കൊച്ചു തീരുമാനം, തെരുവ് പട്ടികളെ കൊല്ലരുത്, ഒരു തീരുമാനം, അതുണ്ടാക്കുന്ന കോൺസിക്വൻസസ്. ആ COVID-19 തീരുമാനം കംപ്ലീറ്റ് എത്ര ബിസിനസ് താർന്നു, ഇക്കോണമി താർന്നു, എല്ലാം ഒരു തീരുമാനം, ഒരു ഡിസിഷൻ. ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. എന്നാ പിടിച്ചോ, നേരെ ഓർഡർ ചെയ്യുന്നു,
സൊമാറ്റോയിൽ നിന്ന് വരുന്നു, ചെറിയ തീരുമാനം വാങ്ങിച്ചു, കുറെ കൂടുതലുണ്ട്, ഇതെങ്ങനെ വേസ്റ്റ് ആക്കും, ഇത്രയും പൈസ കൊടുത്തില്ലേ, എല്ലാം അടിച്ചു കയറ്റും. എല്ലാം അടിച്ചു കയറ്റുമ്പോൾ ഈ ശൈലജ അതുപോലെ ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല മെലിഞ്ഞ് നല്ല നെത്തോലി വലിരിപ്പുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നേരെ കംപ്ലീറ്റ് ആയിട്ട് ഒരു തിമിംഗലം പോലെ മാറും. ശൈലയ്ക്ക് അതേപോലെ സൊമാറ്റോ എന്നൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ ഒരു തിമിംഗലായിട്ട് മാറും. ഓവർ ഈറ്റിംഗ് എല്ലാം വരുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ ചെറിയ കൊച്ചു തന്നെ വലിയ പ്രശ്നമാണ് വരുന്നത്. ഇത് എന്റെ ആയിട്ടുള്ള കൊട്ടേഷനാണ്. ഓൺലി ആഫ്റ്റർ എ പൈലറ്റ് പ്രോജക്ട്, ന്യൂ റൂൾസ്, ന്യൂ പോളിസീസ്, ന്യൂ ലാസ് മസ്റ്റ് ബി ഇംപ്ലിമെന്റഡ് ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ഓപ്പണിംഗ് ദി പാൻഡോറ ബോക്സ്. ആദ്യം ഒരു ചെറിയൊരു ട്രയൽ പോലെ കുറച്ചൊരു ഏരിയയിൽ ചെയ്തിട്ട് എന്നിട്ട് അപ്പോഴേ പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെ വരുന്ന അറിയത്തുള്ളൂ. പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? പൈലറ്റ് പ്രോജക്ട് അതില്ല. ഒരു 4-5 ബ്യൂറോക്രാറ്റ്സ്, IAS, IPS, എക്കോണമിസ്റ്റ്, PhDയുടെ അമേരിക്കയിലുള്ള എക്സ്പാൻഷൻ എന്ന് പറയാം പെർമനന്റ് ഹെഡ് ഡാമേജ്. PhD എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഹെഡ് ഡാമേജ്. ഇവരൊക്കെയാണ് ഇരുന്ന് ഒരു ഡിസിഷൻ എടുക്കുന്ന. റിയാലിറ്റിയുമായിട്ട് ഒരു ടച്ചും ഇല്ല. കഷ്ടമാണ്. ഇത് കേൾക്കുമ്പോൾ PhD ഡിഗ്രി ഉള്ളവർ എല്ലാവരും അങ്ങനെയല്ല, നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടിലും നല്ലൊരു ശതമാനം, ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നില്ല, നല്ലൊരു ശതമാനം PhD കാര്യത്തിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അറിയാം അവന് ഒരു വിവരമില്ല എന്നുള്ളത് കേട്ടോ. വിവേകവും ഇല്ല. കുറെ എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവേകവും ഇല്ല. ഈ ആഴ്ചത്തെ ടോക്ക് എന്റെ പാൻസൈഡ് വെബിനാറിലെ ടോക്കാണ് പൂവർ മീ സിൻഡ്രോം. എനഫ് ഇസ് എനഫ്. സെയിം ലിങ്ക്. നമുക്കിനിയും 6 സുന്ദര മിനിറ്റുകളുണ്ട്. വല്ല ചോദ്യങ്ങളോ സംശയങ്ങളോ? ഇന്നത്തെ ടോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 4 E പറഞ്ഞു. എന്റർടൈൻ, എഡ്യൂക്കേറ്റ്, എൻലൈറ്റൻ, എംപവർ. ചെയ്തു എന്നുണ്ടെങ്കിൽ യെസ് എന്നിട്ടേ. ഞാൻ ഒരു വാഗ്ദാനം തന്നതാണ്. രാഷ്ട്രീയക്കാർ തരുന്ന വാഗ്ദാനം പോലെ അല്ല. ഓക്കെ, താങ്ക് യു മഷൂർ. ഒരു വാഗ്ദാനം ശൈലജായി, താങ്ക് യു. ഓക്കെ, ഒരു വാഗ്ദാനം സ്വായിപ്പൻ, യെസ് താങ്ക് യു. ഞാൻ വാഗ്ദാനം നിറവേറ്റാൻ പറ്റാത്ത വാഗ്ദാനം ഞാൻ കൊടുക്കാറില്ല. പ്രശോഭൻ. അടുത്തത്, ഞാൻ എന്റെ ജീവിതത്തിൽ അനുകരിക്കാത്തതും ഞാൻ പറയത്തില്ല. ചില ഡോക്ടർമാരുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജ് അന്ന് PG ആയിരുന്നപ്പോൾ കാർഡിയോളജി പ്രൊഫസർ അല്ലാന്ന്, അസോസിയേറ്റ് പ്രൊഫസർ. പോക്കറ്റിൽ 555 ബ്രാൻഡ് സിഗരറ്റാണ് നിൽക്കുന്നത്. കാർഡിയോളജിസ്റ്റ്. രോഗിയുടെ സേറ്റ് വലിക്കരുത് കേട്ടാ. സേറ്റ് വലിച്ചാൽ അതാണ് പറയാണ്, പോക്കറ്റില് ചുണ്ടിക്കാണ്. പ്രീച്ചിങ്ങും പ്രാക്ടീസും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പേഷ്യന്റ് അത് കേട്ടിട്ട് അനുകരിക്കുമോ? കേൾക്കുമോ? അവരപ്പുറത്ത് പോയിട്ട് പറയാം, അങ്ങേര് പോയിരിക്കുന്ന ആദ്യം നിർത്തിയിട്ട് പിന്നെ ബാക്കിൽ അങ്ങേര് സേറ്റ് വലിക്കുന്നു, എന്നിട്ട് നമ്മളത് വലിക്കരുതെന്ന് പറയുന്നു. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. സോ ഐ ഡോണ്ട് പ്രീച്ച് വാട്ട് ഐ ഡോണ്ട് പ്രാക്ടീസ്. വരട്ടെ ചോദ്യങ്ങൾ. 5 മിനിറ്റ് ഉണ്ട്. ഓക്കെ സാറേ, വളരെ ഗംഭീരമായിരുന്നു ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും എല്ലാരെയും എൻലൈറ്റൻ ചെയ്യുകയും എംപവർ ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാരും എംപവേർഡ് ആയി കാണും. എന്തായാലും ഇസ്മായിൽ സഡ് സാർ ഇടയ്ക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. സാറേ സംസാരിച്ചോളൂ. സാർ അൺമ്യൂട്ട് ചെയ്തേ. തരസമായിട്ട് സംസാരിച്ചു. വളരെ ഗാഹ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ഇഷ്ടപ്പെട്ടു. കുറെ നാളായിട്ട് ഞാൻ ആസ്വദിച്ച ഒരു ക്ലാസ് ഇന്നത്തെയാണ്. സത്യം പറയാം വേണുഗോപാൽജി, സത്യമാണ് പറഞ്ഞത്. കാരണം കുറെ നാളായിട്ട് ഞാൻ ആസ്വദിച്ച ഒരു ക്ലാസ് ഇന്നത്തെയാണ്. കാരണം വളരെ സരസമായ രീതിയിൽ താൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനാ പ്രത്യേകത ഉള്ളത്. നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് സാർ കാണിച്ചത്. സീരിയസ് ടോപ്പിക്കിനെയും നല്ല രസകരമായിട്ട് അവതരിപ്പിക്കാം. ഓക്കെ, ഇസ്മായിൽ സാറ് സാറ് ഇരിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. കാരണം ഒരു ഉറക്കം വരുന്ന മൂടോ ഒന്നും സാറിന് കണ്ടില്ല. സാർ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേപോലെ ശ്രദ്ധിച്ച് ഇരിക്കുന്ന കണ്ടു. എന്തായാലും ക്ലാസ് സാറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഒന്ന് രണ്ട് പേർ കൂടെ അഭിപ്രായം പറയാനുള്ള സമയമുണ്ട്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ ഫോർ അൺഎംപ്ലോയ്മെന്റ്, റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെന്റ് ഡോക്ടേഴ്സ്? അത്
ഉത്തരം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ ആ ആളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ഞാൻ ഒരു 3-4 ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട്. എനിക്ക് ആ ക്ലിയർ ക്വസ്റ്റ്യൻ നീ മനസ്സിലാണ്ടേ അതിന്റെ ബേസിസ്. ആ ചോദ്യം ചോദിച്ച ആള് ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ശ്രീനിവാസ് ശ്രീനിവാസ് സി കെ ഒന്ന് വരാമോ? ശ്രീനിവാസ് സി കെ എവിടെ വരട്ടെ? ശരിയായ അദ്ദേഹം പറഞ്ഞുതരും. ആദ്യം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഓക്കെ, ശ്രീനിവാസ് സി കെ ജി, ഓക്കെ. നിങ്ങൾ ഇപ്പോഴും ജോലി ഇല്ലാതെ കഷ്ടപ്പെടുകയാണോ? അൺഎംപ്ലോയിഡ് ഡോക്ടറാണോ? അല്ല, അൺമ്യൂട്ട് ചെയ്യണം, മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ ജോലി ഇല്ലാതെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണോ? അല്ല, ഞാനൊരു സെൽഫ് പ്രൈവറ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. 25 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശരി, ഇപ്പൊ ആരുടെ പ്രശ്നത്തിനാണ് നിങ്ങൾ പരിഹാരം ചോദിക്കുന്നത്? പൊതുവെ ഇപ്പൊ കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് നടത്തിയൊരു പഠനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഒരുപാട് ഡോക്ടേഴ്സിന് അൺഎംപ്ലോയ്മെന്റ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ബി മോർ സ്പെസിഫിക്. ഹോമിയോപ്പതി ഡോക്ടർമാർക്കാണോ, അലോപ്പതി ഡോക്ടറാണോ, ആയുർവേദ ഡോക്ടറാണോ? അലോപ്പതി ഡോക്ടേഴ്സിനാണ് കുറച്ചും കൂടെ കൂടുതൽ കാണുന്നത്. പക്ഷെ അതിപ്പോ എല്ലാ സിസ്റ്റത്തിലും അത് വരുന്നുണ്ട്. അല്ല, അലോപ്പതി ഡോക്ടേഴ്സ് ആ ജോലി ഇല്ലാത്ത ഒരു 5 പേരെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയൂ. ഞാൻ അവർക്ക് ജോലി വാങ്ങിത്തരാം. ഞാൻ ജോലി വാങ്ങിത്തരാം. പോരെ? നല്ലൊരു ശതമാനം ജോലി ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവന് വിവരമില്ല. ഏതോ ചൈനയെന്നോ ഉക്രൈനെന്നോ എവിടെന്നെങ്കിലേക്ക് ഒരു ഡിഗ്രി എല്ലാം എടുത്തോണ്ട് ഇവിടെ വരും. എന്നിട്ട് അവര് നിയമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇത് കഷ്ടമാണ്. അതാണ് ആശുപത്രി ഹയർ ചെയ്യത്തില്ല. നല്ലൊരു ശതമാനം ചെറുപ്പക്കാർക്ക് ഇന്ന് അവര് മെഡിസിൻ താല്പര്യത്തോടു കൂടി അല്ല അവർ ചൂസ് ചെയ്യുന്നത്. അവരുടെ അച്ഛനും അമ്മയുടെയും പ്രഷറും അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ഇതും പ്രശ്നം കാരണം അവർ പഠിച്ചിട്ട് വരുമ്പോൾ ദേ ആർ ഇൻകോമ്പിറ്റന്റ്. ഞാൻ യൂസ് ചെയ്ത വേർഡാണ് ഇൻകോമ്പിറ്റന്റ്. ഇൻകോമ്പിറ്റന്റ് ഡോക്ടേഴ്സ് വോണ്ട് ഗെറ്റ് എ ജോബ്. കിട്ടത്തില്ല. അപ്പൊ അൺഎംപ്ലോയിഡ് ആയിരിക്കും. തീർന്നില്ലേ? ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നം ഇല്ല. അവന് സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യാമല്ലോ എവിടെയും. ഇസ്മായിൽ സേഠ്ജി, നിങ്ങളിപ്പോ ഹോമിയോപ്പതി ആണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ഞാൻ ഹോമിയോപ്പതി. അലോപ്പതി ഡോക്ടർമാർ ഹോമിയോപ്പതി നിങ്ങൾക്ക് വന്നിട്ട് മിക്കവരും യു ഡോണ്ട്, ഉറപ്പായിട്ടല്ല പറയുന്നത്, നിങ്ങൾ വന്നിട്ട് യു ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ, യു ഡോണ്ട് റിക്വയർ. നിങ്ങളുടെ ആ ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് വലിയ ലാബ് റിസൾട്ട് വേണ്ട, നല്ല ഹിസ്റ്ററി എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അലോപ്പതി ട്രീറ്റ്മെന്റിൽ ഉള്ള ലാബുകളും ഇതും എല്ലാം റിസൾട്ട് എടുത്തിട്ട് ഇവരെല്ലാം ഇത് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അങ്ങനെ എന്ന് പറയാം, ഒരു വീട്ടിൽ ഒരു ക്ലിനിക്ക് വെച്ച് പണ്ടത്തെ പോലെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, നടത്തിക്കൊണ്ട് പോകത്തില്ല. മിക്കവരും എന്താണ് പോയിക്കഴിഞ്ഞാൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെ, ഒരുപാട് പേരെന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി പോലും പോരാ, മൾട്ടി സ്പെഷ്യാലിറ്റി. ഇതല്ലേ ഇവിടെ നിന്ന് വെച്ചാൽ അപ്പുറത്ത് ENT അത് ഇത് എല്ലാത്തിനും. അപ്പൊ അവിടെ സ്വന്തമായിട്ട് ഒരു ആശുപത്രി അതുപോലെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിസ്സാര പണിയല്ല, ഫണ്ടൊന്നും ഇല്ല, നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല സ്റ്റാഫിനെല്ലാം. അങ്ങനെയാണ് ഇവർ ഒരു അലോപ്പതിക്കാരന്മാർ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവരോട് മറ്റേ നോക്കും, കഴിവില്ല, ഒന്നുമില്ല, ജോലി കിട്ടത്തില്ല. അവർക്ക് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടുപോകാനും പറ്റത്തില്ല, വേറൊരു ജോലിയും കിട്ടത്തില്ല. അതാണ് സ്ഥിതിവിശേഷം. ഹോമിയോപ്പതി കുഴപ്പമില്ല, നിങ്ങൾക്ക് പേടിക്കണ്ട. വീട്ടിൽ ഫ്രണ്ടിൽ ഒരു ബോർഡും വെച്ച് ഡോക്ടർ ഇസ്മായിൽ സേഠ് BAMS എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെ ഓക്കെ, അത് ഇട്ട് കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഇത് സംഗതി ആള് വരും. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. ഹോമിയോപ്പതിക്കുള്ള പ്രാക്ടീസിനുള്ള മെയിൻ ഇത് പൊതുവെ പബ്ലിക്കിനുള്ള അവരുടെ ഒരു ബിലീഫാണ്. ഹോമിയോപ്പതി മെഡിസിൻ സേഫ് ആണ്. അലോപ്പതി ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്, ദോഷഫലമുണ്ട്. ആ ബിലീഫും കൂടെ ഉള്ള കാരണം ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഫോർ എ ഹോമിയോപ്പതി ഡോക്ടർ. ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. ഓക്കെ സാറേ, നമ്മുടെ സമയം. ജയചന്ദ്രൻ ഡോക്ടറുടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ജയചന്ദ്രൻ ഡോക്ടർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. ജയചന്ദ്രൻ ഡോക്ടർ നമ്മുടെ വേണുഗോപാൽ സാറിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുക, പറയാനുള്ളത് പറയാം. അൺമ്യൂട്ട് ചെയ്ത് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, കേൾക്കാം. ഹലോ ഡോക്ടറെ, ഡോക്ടറോട് ഇനി പ്രത്യേകമായിട്ട് ഒന്നും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. നമ്മൾ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങളും അങ്ങയിൽ നിന്ന് കേട്ടു. പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിക്കാനില്ല.
ഇനിയും ഇനിയും ഇതുപോലെ വന്ന് വേണ്ടതൊക്കെ പറഞ്ഞു തന്നെ. ഇപ്പൊ കുറച്ചു മുമ്പേ സാറ് കണ്ട ഡോക്ടർ ഇസ്മായിൽ സേട്ട്, പുള്ളി എൻ്റെ ഒരു ക്ലാസ്മേറ്റുമാണ്. പുള്ളി കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം പുള്ളി കോഴിക്കോട്ട് തന്നെ ഒരു 3-4 നിലയ്ക്കുള്ള ഒരു വലിയ ബിൽഡിംഗ് കെട്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ക്യാൻസറിന് വരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുത്തു. അത്രയുള്ള നല്ലൊരു നമ്മുടെ കൂട്ടത്തിലുള്ള നല്ലൊരു ഫിസിഷ്യനായിരുന്നു ആണ് അദ്ദേഹം. പിന്നെ ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നമുക്ക് നല്ല ഒരു ക്ലാസ് എടുത്തു തന്ന അങ്ങക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതുകൊണ്ട് അങ്ങ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരികയും നമുക്ക് ഇതുപോലെ തന്നെ ഗുണപ്രദമായ നല്ല നല്ല വിഷയങ്ങൾ പറഞ്ഞു തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. എത്രയായാലും അങ്ങയോടുള്ള സ്നേഹം ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും, ഡോക്ടർ ഇസ്മായിൽ സേട്ടിൻ്റെയും ഡോക്ടർ ധനേഷിൻ്റെയും പിന്നെ ഇതിനകത്തുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ അങ്ങയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും വീണ്ടും വരണം എന്നുള്ള അവിടുത്തെ ഗുഡ് മോർണിംഗ് ഇവിടുത്തെ ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു മിനിറ്റും കൂടി, ഒരു മിനിറ്റ്. ഞാൻ ഐ മസ്റ്റ് താങ്ക് ഡോക്ടർ ധനേഷ്. എന്നെടുത്ത് അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നതും മിക്കപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതും ഒരു ടോപ്പിക് തരാമോ സംസാരിക്കാമെന്നുള്ളതൊക്കെ. സോ ഓരോ തവണയും ഇതേപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആകാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് നിങ്ങൾ വെൻ കമ്പയർഡ് ടു ഞാൻ അലോപ്പതി ഡോക്ടേഴ്സിനുള്ള ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നത്, നിങ്ങൾ കുറെ കൂടെ റിസപ്റ്റീവ് ആണ്, ഓപ്പൺ മൈൻഡഡ് ആണ്, ഉള്ളിൽ അറിയണമെന്നുള്ള ആ ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് വരുന്നത്. ഞാൻ അലോപ്പതി ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് വല്ലതായിട്ടാലും മിക്കവാറും എല്ലാം നമുക്ക് അറിയാം, നമുക്ക് എല്ലാം നോ ഇറ്റ് ആൾ, ഇനി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരു കോൺഫറൻസ് നടക്കുകയാണെങ്കിലും മിക്കവരോട് വരുന്നത് കോൺഫറൻസിൽ ടോക്ക് കേൾക്കാനല്ല, അവിടെ ഫെലോഷിപ്പ് ഉണ്ടാ, ഫെലോഷിപ്പ് വെള്ളം അടിക്കാനാണ് വരുന്നത്. അങ്ങനെയല്ല ആരോഗ്യരംഗത്ത് ഉള്ള എല്ലാ വിവരങ്ങളും അങ്ങയിൽ നിന്നും അറിയണമെന്നുള്ള ആകാംക്ഷയോട് കൂടിയാണ് നമ്മൾ അല്ല, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ മറ്റേതാണ്, നിങ്ങളുടെ വ്യത്യാസം. ഓക്കെ സാറേ, ജയചന്ദ്ര ഡോക്ടർക്ക് നന്ദി പറഞ്ഞാണ്. ജയചന്ദ്ര ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും പാണ്ഡുറാസ് ബോക്സ് തുറന്നതിന്റെ അപകടങ്ങളെല്ലാം സാർ വളരെ വ്യക്തമായിട്ട് നമ്മളെ വരച്ചു കാണിച്ചു. എന്തായാലും സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി എന്റെ പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട് ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ വീണ്ടും വീണ്ടും വരണം. വളരെ രസകരമായ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഓക്കെ, വേണുഗോപാൽ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സേട്ട് സാറും ഇന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുത്തു, ഒത്തിരി പേര് പങ്കെടുത്തു. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.